കണക്ഷൻ ഇല്ല. മെയ് 5 രാത്രി 11:30 നമ്മൾ അൽബേനിയയിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നു. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ കുറേ നാളത്തെ സ്വപ്നമായിരുന്ന ഒരു ഗേൾസ് ട്രിപ്പിനെ കുറിച്ചാണ് കേട്ടോ. ഞങ്ങൾ 5 ഗേൾസ് ചേർന്ന് പ്ലാൻ ചെയ്ത അൽബേനിയ മോണ്ടിനിഗ്രോ ട്രിപ്പിന്റെ മുഴുവൻ വിശേഷങ്ങളാണ് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ട്രിപ്പ് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ പ്ലാൻ ചെയ്തൊന്നും അല്ല കേട്ടോ. കുറേ നാളുകളായി എല്ലാവരുടെ ലീവുകളും സമയവും ഒക്കെ ഒത്തുവരാൻ കാത്തിരുന്ന ഒരുപാട് ചർച്ചകളെല്ലാം ചെയ്തതിന് ശേഷമാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്തത്. നമ്മൾ ഈ യാത്ര ഒരു പാക്കേജ് ത്രൂ ആണ് പോയത് കേട്ടോ. ഞങ്ങളുടെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് ലിവർപൂളിൽ നിന്ന് ലൂട്ടൺ എയർപോർട്ടിലേക്കും ലൂട്ടണിൽ നിന്ന് അൽബേനിയയിലേക്കുമാണ് കേട്ടോ ഫ്ലൈറ്റ് എടുത്തത്. മോർണിംഗ് ഒരു 8:30 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ മാഞ്ചസ്റ്റർ ആയിരുന്നു നമുക്ക് കണക്ഷൻ. അവിടെ നിന്ന് ചെറിയ രീതിയിൽ കോഫി സ്റ്റാർട്ട് ചെയ്ത് നമ്മളിതേ യാത്ര തുടങ്ങിയേക്കാണ്. ഫസ്റ്റ് ബിഗിൻ സ്റ്റേജിൽ നിൽക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ സാരഥീസ്, നമ്മുടെ എൻ്റെ സ്വന്തം കളീഗ്സ് ആണ് കേട്ടോ. നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, ഇവരൊക്കെ നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുള്ളതാണ്. സോ നമ്മളുടെ ഫസ്റ്റ് ജേണിയാണ്, ഫസ്റ്റ് ഗേൾസ് ട്രിപ്പാണ്. ഇതൊരു വൻ സംഭവമാക്കി മാറ്റം തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെ തീരുമാനം അല്ലേ? നമ്മളെല്ലാവരും പൊളിക്കും അല്ലേ? ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് അടിപൊളിയാക്കും അല്ലേ? അപ്പൊ നമുക്ക് അതിലൂടെ ഒരു ഗേ പറഞ്ഞാലോ. അങ്ങനെ ഗൈസ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ലണ്ടൻ ലൂട്ടൺ എയർപോർട്ടിൽ നമ്മൾ ഭദ്രമായി തന്നെ എത്തിയേക്കാണ് നമ്മൾ എല്ലാവരും കേട്ടോ. എല്ലാവരും ഓക്കെ അല്ലേ? കുറച്ച് ടയേർഡ് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഫുൾ പവർ. ഓക്കെ, ദെൻ നമ്മളിനി ടെർമിനൽ നോക്കണം, പിന്നെ നമ്മുടെ ചെക്ക് ഇൻ കാര്യങ്ങളുണ്ട്, ലഗേജ് കാര്യങ്ങളെല്ലാം നോക്കണം. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ ഇൻസൈഡിലായിരിക്കും നമ്മുടെ എയർപോർട്ടിനകത്ത്. സോ നമ്മൾ ഇനി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ മേക്ക് ഷുവർ ചെയ്യേണ്ടതുണ്ട്. പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യണം, അതുപോലെ തന്നെ ട്രാവൽ ഇൻഷുറൻസ് ആവശ്യമാണെങ്കിൽ അത് എടുക്കണം. ആവശ്യമായിട്ടുള്ള കുറച്ച് കറൻസി നമ്മൾ യൂറോയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമ്മുടെ കയ്യിൽ കരുതണം. കൂടാതെ സിം കാർഡ്, ഇൻ്റർനെറ്റ് ഓപ്ഷൻ, അതെല്ലാം നമ്മൾ നോക്കി സെറ്റ് ചെയ്ത് വെക്കണം. പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യണം, മുൻകൂട്ടി വായിച്ചിട്ടേ അവരെ നമ്മൾ എന്ത് ചെയ്യാവൂ, ചൂസ് ചെയ്യാവൂ. ഓക്കെ, വളരെയേറെ എക്സൈറ്റ്മെൻറ്റ് നിറഞ്ഞൊരു യാത്രയാണ് കേട്ടോ ഞങ്ങളുടേത്. കാരണം ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ നമ്മുടെ പാർട്ട്നേഴ്സ് ഇല്ലാതെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ കുറേ എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു. നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ലല്ലോ. മാത്രമല്ല കുഞ്ഞുമണീസിനൊക്കെ വീട്ടിലാക്കിയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനും കൂടി ഉണ്ട് ചെറിയ രീതിയിൽ. എന്നിരുന്നാലും നമ്മളത് കളറാക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു അജണ്ട. ഞാൻ കരുതിയിരുന്നത് ഫ്ലൈറ്റ് യാത്ര ഏറ്റവും പേടിയുള്ള പേടിത്തൊണ്ട് ഞാനാന്നാ. പക്ഷേ ഞാനല്ല, എന്നെക്കാളും റേഞ്ച് കൂടിയിട്ടുള്ള ആൾക്കാർ വേറെ ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ്. നമ്മുടെ ആനി, അവൾക്ക് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഈ ടേക്ക് ഓഫും ലാൻഡിങ് എന്ന് പറയുന്നത്. അയ്യോ, ഞാൻ വിചാരിച്ചു ഞാൻ ശരിക്കും ടെൻഷൻസിരിക്കും, അയ്യോ എൻ്റെ കൂടെ ആരായിരിക്കുമോ എന്നുള്ളത്. ടിക്കറ്റൊക്കെ നമുക്ക് സീറ്റ് നമ്പർ എല്ലാം അടുത്തടുത്ത് കിട്ടി. പക്ഷേ ഈ പേടി കാരണം എങ്ങനെയാവും എന്നുള്ളത് അറിയില്ല. പക്ഷേ അവൾ എന്നെയൊക്കെ കിടത്തി വെട്ടിക്കളഞ്ഞു. ഒടുവിലിതാ ഹബീബി, വെൽക്കം ടു അൽബേനിയ ടിറാന എയർപോർട്ട്. നമ്മളങ്ങനെ സ്പോട്ടിൽ എത്തിയേക്കുവാണ്. കുറച്ച് സമയം നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ബിക്കോസ് നമ്മളിവിടുന്ന് 13th ഇറങ്ങിയത്. ജൂലൈ 1 10 o'clock പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത്രയും സമയം നമുക്ക് അവിടെ ഉണ്ട്. നമ്മൾ ഏർലി മോർണിംഗ് തന്നെ അവിടെ എത്തിയിരുന്നു. നമ്മൾ ഒരുപാട് ഡിലേ എവിടെയും വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ തലേ ദിവസം തന്നെ നമ്മളവിടെ തിറാനിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ തന്നെ നമ്മുടെ ഒന്നും പാർട്ട്നേഴ്സ് കൂടെ ഇല്ല. നമ്മൾ ഈ 5 പേരും കൂടി ഒരിക്കലും ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരരുത് എന്നുള്ളത് കൊണ്ട് തന്നെ 13th നമ്മൾ ഏർലി മോർണിംഗ് നമ്മളിവിടുന്ന് ലൂട്ടൺ എത്തി. ലൂട്ടൺ നേരെ അൽബേനിയ. അവിടുന്ന് നമുക്ക് അത്യാവശ്യം സമയം, നമ്മൾ ഏർലി മോർണിംഗ് തന്നെ നമ്മൾ അവിടെ എത്തിയത് കൊണ്ട് തന്നെ ഒരുപാട് സമയം ഉണ്ടായിരുന്നു. നമുക്കൊന്ന് ഫ്രഷ് ആവാനും കുറച്ച് സമയം ഒന്ന് കിടന്നുറങ്ങാനും ഒക്കെ നമുക്ക് ടൈം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കൂടെ ഇത്രയും പേരുണ്ടല്ലോ, 5 പേരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി കംഫർട്ടായിരുന്നു എല്ലാ തരത്തിലും. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ ആദ്യത്തെ ദിവസം തുടങ്ങാൻ പോവാണ്. നമ്മളെല്ലാവരും സുന്ദരികളായി ഒരുങ്ങി വന്നിട്ടുണ്ട്. എയർപോർട്ടിൽ തന്നെയാണ് നമ്മൾ ഫ്രഷ് ആയത് കേട്ടോ. എല്ലാവരുടെയും ഔട്ട്ഫിറ്റ് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അധികം വൈകാതെ തന്നെ നമ്മളത് അവിടെ നിന്ന് പുറപ്പെടുന്നതായിരിക്കും. ഇവളോട് ചോദിച്ചപ്പോ അവിടെ അറിയാം, ഇവര് എനിക്ക് അറിയില്ല. അലുമിനിയം മാത്രം ഇട്ട പോലെ എന്താ പറഞ്ഞേ?
യാത്ര ദേ ആരംഭിച്ചേക്കാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അൽബേനിയയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു റുസാവ കാസലിലേക്കാണ് കേട്ടോ. ഈ കോട്ടയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ ചുറ്റുള്ള ഈ മലനിരകളും നദികളും ഒക്കെ കാണാൻ പറ്റും കേട്ടോ. ഏറ്റവും അടിപൊളി വ്യൂസ് ആണ് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നത് കേട്ടോ. ഈ കാണുന്നതാണ് ലേക്ക് സ്കോഡർ എന്ന് പറയുന്നത് കേട്ടോ. അൽബേനിയയും മോണിഗ്രയും പങ്കിടുന്ന ബാൽക്കൻ മേഖലയിലെ ഏറ്റവും വലിയ തടാകങ്ങളിൽ ഒന്നാണിത് കേട്ടോ. സ്കോഡറിൽ തന്നെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ളൊരു സ്പോട്ടാണിത്. നമ്മൾ അൽബേനിയൻ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണേണ്ട ഒരു കാഴ്ചയാണ് ഈ റുസാവ കാസൽ എന്ന് പറയുന്നത് കേട്ടോ. അടിപൊളിയാണ്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ താഴത്തോട്ടുള്ള ആ ഒരു ലേക്കും അതുപോലെ തന്നെ അവിടെയുള്ള ബിൽഡിങ്ങും എല്ലാം തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ശരിക്കും ഒരു പ്രകൃതി രമണീയ കാഴ്ച എന്നൊക്കെ പറയില്ലേ, അതുപോലെ തോന്നുന്നൊരു കാഴ്ചയായിരുന്നു കേട്ടോ. ഇതെന്താ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നല്ലേ. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു സംഭവം എന്താണെന്നറിയോ, അൽബേനിയയിൽ നമ്മൾ കണ്ടത് എല്ലാ വീടുകളുടെ ഫ്രണ്ടിലും മുന്തിരി വള്ളിയുണ്ടാവും. മുന്തിരി, അതുപോലെ തന്നെ ഓറഞ്ച്, പിന്നെ മാതള നാരങ്ങ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് എല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ അവർ വെച്ചിട്ടുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു കേട്ടോ ഞങ്ങൾക്കത്. അത്യാവശ്യ സമയം നമ്മളവിടെ റുസാവ കാസ്റ്റലിലും അതിനുശേഷം ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ ഹോട്ടലിലെത്തി. ഹോട്ടലിന് തന്നെ തൊട്ട് മുമ്പിലുള്ള കാഴ്ചകളാണ് കേട്ടോ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് വാട്ടർ സൈക്ലിംഗ് നടക്കുന്നത്. പക്ഷെ നമ്മൾ എത്തിയ സമയത്ത് വാട്ടർ സൈക്ലിങ്ങിൻ്റെ ബുക്കിംഗ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ഡേ അത് കാണാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്ത് ചെയ്തു, അതിന് ശേഷം നേരെ നമ്മുടെ ഹോട്ടലിലേക്ക് എത്തി. എല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ റൂമിലെത്തി ഒന്ന് ഫ്രഷ് ആവുക എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. നല്ലൊരു റൂമും ഫെസിലിറ്റീസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം ക്ലീനും കാര്യങ്ങളായിട്ടുള്ള റൂംസ് ആയിരുന്നു. നമുക്ക് ഇത്രയും ദിവസം തന്നെ നമ്മൾ ഒരു 3 ഹോട്ടൽസ് നമ്മൾ മാറി മാറി യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു നമ്മുടെ ഹോട്ടൽ നമ്പർ 1. അടിപൊളി ഹോട്ടലാണ്. റൂമിലെത്തി ഫ്രഷ് ആയതേ നമ്മുടെ കലാപരിപാടികൾ സ്റ്റാർട്ടായി കാണാം. നമ്മളെന്തൊക്കെയാ പരദോഷം, 2 പെൺപിള്ളേർ കൂടിയാൽ എന്തൊക്കെ പറയാൻ പറ്റുമോ അതനുസരിച്ച് 5 പേര് കൂടി എന്തൊക്കെ പറയും എന്നുള്ള ഊഹിക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മളത് എൻജോയ് ചെയ്യായിരുന്നു. അതിനുശേഷം സപ്പർ ടൈം ആയേക്കുവാണ്. സോ നമ്മളിതേ നമ്മുടെ ഹോട്ടലിൽ തന്നെയുള്ള റെസ്റ്റോറൻറ്റ് ഏരിയയിൽ ചെന്ന് നല്ല രീതിയിലുള്ള ഫുഡൊക്കെ വലിച്ചു വാരിങ്ങ് കഴിച്ചു. അവിടുത്തെ ഫുഡെല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അതിന് മോശം പറയാൻ പറ്റില്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡായിരുന്നു. നമ്മളെല്ലാവരും എൻജോയ് ചെയ്ത് കഴിച്ചു എന്നുള്ളതാണ്. അന്നത്തെ ദിവസം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് നമ്മുടെ അൽബേനിയയിലുള്ള ഫസ്റ്റ് ദിവസം. ഇനി നെക്സ്റ്റ് ഡേ എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് അറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിലേക്ക് വരുന്നവരിക്കും ബൈ.